വെൽക്കം ടു സ്റ്റഡി മോട്ടി ഹബ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേടെറ്റ് സി-ടെറ്റ് മാത്സ് പെഡഗോജിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു, പരിചയപ്പെട്ടു. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ്. കേടെറ്റ് സി-ടെറ്റ് എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് ടീച്ചിങ് ഫീൽഡിലുള്ളവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതൊരു ക്വാളിഫൈഡ് എക്സാമാണ്. ഇപ്പോൾ സുപ്രീം കോടതി വിധിയുണ്ട്, നിർബന്ധമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഭയങ്കര വെല്ലുവിളിയാണ്, ഇത് ക്വാളിഫൈഡ് ആവുക എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്, കേടെറ്റ് അല്ലെങ്കിൽ സി-ടെറ്റ് നേടുക എന്നുള്ളത്. ഇനി നമ്മൾ അതിനു വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ആദ്യമേ നമ്മൾ എക്സാംസിൽ കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേടെറ്റിന്റെ സി-ടെറ്റിന്റെ സിലബസ് നമ്മൾ മനസ്സിലാക്കുക, അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഉള്ളത്, ഏതൊക്കെയാണ് അതിന്റെ പോർഷൻസ് എന്നുള്ളത് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പായി നമുക്ക് പറയാവുന്നത്. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്സും നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞത് കൊണ്ട് നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനെ വിജയിക്കാൻ പറ്റില്ല. മറിച്ച് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. അതിലൂടെയാണ് നമുക്ക് കൂടുതൽ ആ കോൺസെപ്റ്റിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. പിന്നീട് കൺസിസ്റ്റൻസി. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ആ ദിവസങ്ങൾ എത്രയുണ്ട്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് വേണം മുന്നോട്ടേക്ക് പോവാൻ. നമ്മൾ പഠിക്കുന്ന കാര്യം എല്ലാം ഓർത്തിരിക്കണമെന്നില്ല. സോ നമ്മൾ അത് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ്. സ്മാർട്ട് വർക്ക്. ആ എക്സാമിന് വേണ്ടി അത്രയും ഡീപ്പായി പഠിച്ചു പോകുമ്പോൾ എങ്ങനെ നമുക്ക് ഓരോ ആൻസേഴ്സും കിട്ടി, ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷൻസിലേക്ക് പോവാതെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിന്റെ ആൻസർ എന്താണ് നമ്മൾ തിങ്ക് ചെയ്ത ആൻസർ തന്നെയാണ് ഓപ്ഷൻസിലൊക്കെ ഉള്ളത് എന്നുള്ളത് കൺഫേം ചെയ്യണം. ആ രീതിയിലേക്കുള്ളൊരു സ്മാർട്ട് വർക്ക് നമ്മൾ ആർജിച്ചെടുക്കണം. റിപ്പീറ്റഡ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഡീപ്പായിട്ടുള്ള നോളജിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആൻസേഴ്സിലേക്ക് എത്താം. കോൺഫിഡൻസ്, അത് റിയലി ഇമ്പോർട്ടൻ്റ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന്. ഭയങ്കര ടെൻഷൻ അടിച്ച് ആ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ എക്സാം ഹോളിൽ ഇരുന്ന് എഴുതുമ്പോൾ എന്ത് പറ്റും, ടെൻഷൻ അടിച്ചാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല. സോ കൂളായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാംസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്, ടെൻഷൻ എന്നുള്ള കൂളായിട്ട് നമ്മൾ എഴുതാൻ നോക്കുക. എക്സാംസ് നേരിടേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി. താങ്ക് യു.